ഈ ശരീരത്തിൽ എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, കാരണം അത് ചീഞ്ഞു പോകാനുള്ളത്. അയ്യോടാ. ആത്മാവ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആത്മാവ് രക്ഷിക്കപ്പെട്ടോളും. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ഇപ്പം ഞാൻ പലരുമായി ഈ ശരീരം കൊണ്ട് പാപം ചെയ്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, അതങ്ങ് സിനിത്തേരിയിലേക്ക് പോകാനുള്ള സാധനം. പക്ഷെ അകത്ത് കർത്താവിനെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടതാണ്. ആ സ്പിരിറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പൊക്കോളും എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ടീച്ചിങ്സ് നിലവിൽ ഉണ്ട്. എന്ത് പാപം ചെയ്താലും കർത്താവിൻ്റെ യാതൊരു പ്രശ്നമില്ല, കാരണം ഇത് ശരീരമാണ് ചെയ്യുന്നത്. അത് മണ്ണാണ്, മണ്ണിലേക്ക് പോകും. എന്നാൽ ആത്മാവ് നിത്യമാണ്. ആ നിത്യമായ ആത്മാവ് യേശു രക്ഷകനായി വന്നതുകൊണ്ട് ആ രക്ഷ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു പാപത്തിലേക്ക്, മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായൊരു ബന്ധത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാമോ? ഹൗ ടു ഗെറ്റ് ഫ്രീഡം ഫ്രം സെക്ഷൽ സിൻസ്. ലൈംഗിക പാപങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും? അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വചനഭാഗം നമുക്ക് ആദ്യം വായിക്കേണ്ടത് 1 Corinthians chapter 6 13 onwards. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 13 മുതൽ നമുക്കൊന്ന് വായിക്കാം. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. ശരീരം ദുർനടപ്പിനുള്ളതല്ല, കർത്താവിനുള്ളത് അത്രേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് the body however is not meant for sexual immorality but for the Lord and the Lord for the body. കർത്താവ് ശരീരത്തിലുള്ള. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ the body is not meant for sexual immorality. ശരീരം ഒരിക്കലും എന്തിനുള്ളതല്ല? ലൈംഗിക പാപങ്ങൾക്കോ അല്ലെങ്കിൽ ദുർനടപ്പിനുള്ളതല്ല. എല്ലാവരും അത് മനസ്സിലാക്കി. ഈ ശരീരം, ദൈവം തന്ന ഈ ശരീരം ദുർനടപ്പിനുള്ളതല്ല, പകരം ബട്ട് ഫോർ ദ ലോർഡ്. പിന്നെ എന്തിനുള്ളതാണ്? കർത്താവിനുള്ളതാണ്. വ്യക്തമായി മനസ്സിലായി, ഇത് കർത്താവിൻ്റെയാണ് ഈ ശരീരം. എല്ലാവരും ഒന്ന് പറഞ്ഞു, എൻ്റെ ശരീരം കർത്താവിൻ്റെതാണ്. എൻ്റെ ശരീരം കർത്താവിൻ്റെതാണ്. എൻ്റെ ശരീരം കർത്താവിൻ്റെതാണ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ, മൈ ബോഡി ഈസ് ഫോർ ദ ലോർഡ്. എൻ്റെ ശരീരം കർത്താവിൻ്റെതാണ്. കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ചാറ്റ് ബോക്സിലെല്ലാം നിറയ്ക്കുക, നോട്ട്ബുക്കിൽ എഴുതുക, വാ കൊണ്ട് പറയുക എൻ്റെ ശരീരം. ഇതെന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അറിയാമോ? ആ ഏറ്റുപറച്ചിൽ തന്നെ ഒരു ലിബറേഷൻ നടക്കുന്നുണ്ട്, ഒരു വിടുതൽ നടക്കുന്നുണ്ട്. എന്ത് നമ്മൾ വാ കൊണ്ട് പറയുന്ന അതിലെല്ലാം ഇന്ന് ഭയങ്കര വിടുതൽ നടക്കുന്നുണ്ട്. ഇന്ന് എനിക്കറിയാം, എൻ്റെ അകത്ത് എനിക്കറിയാം ഭയങ്കരമായ വിടുതലുകൾ അനേക കർത്താവ് കൊടുക്കാൻ പോകും. 15-ാമത്തെ വാക്യം വായിക്കാം. അതിൻ്റെ താഴെ, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? എങ്ങനെ? ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു നിങ്ങളുടെ ശരീരങ്ങൾ എന്ന് അറിയുന്നില്ലയോ? Do you not know that your bodies are members of Christ himself? എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്നു. അപ്പൊ എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? എൻ്റെ ശരീരം അപ്പാടെ ചിന്തിച്ചു നോക്കിയേ, എൻ്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണെന്ന്. വാട്ട്? എൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ഇതിന് കാരണം ഇതാണ്. ക്രിസ്തുവിന് ഇന്ന് ഭൂമിയിൽ ഒരു ഭൗതിക ശരീരമില്ല. ആ ഭൗതിക ശരീരം കാൽവരി ക്രൂശിൽ അവൻ തകർക്കാൻ ഏൽപ്പിച്ചു. 3 ദിവസം ശവക്കല്ലറയിൽ വെച്ചു. പരിശുദ്ധാത്മാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ശരീരം സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതു ഭാഗത്തുണ്ട്. ഇന്ന് ഭൂമിയിൽ നമ്മുടെ ശരീരമാണ് അവൻ്റെ ശരീരം. എന്ന് വെച്ചാൽ ഈ ശരീരത്തിലൂടെയാണ്, നമ്മുടെ ശരീരങ്ങളിലൂടെയാണ് കർത്താവ് ഇവിടെ തൻ്റെ പ്രവൃത്തി, തൻ്റെ ശുശ്രൂഷ, തൻ്റെ രോഗസൗഖ്യം, തൻ്റെ സുവിശേഷ പ്രസംഗം, തനിക്കുള്ള സകലവും ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം, അതാണ് ഇവിടെ പറയുന്നത്, ഡു യു നോട്ട് നോ ദാറ്റ് യുവർ ബോഡീസ് ആർ മെമ്പേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. അതിനുശേഷം പറയുന്നതെന്ന് വായിച്ചു നോക്കിയേ. ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. ക്രിസ്തുവിന്റെ ശരീരത്തെ സെക്ഷൽ ഇമ്മോറാലിറ്റിയിലേക്ക് വിടാൻ എനിക്ക് സാധിക്കുമോ? അശുദ്ധിയിലേക്ക് വിടുവാൻ എനിക്ക് സാധിക്കുമോ? നെവർ. അവിടെ പറഞ്ഞിരിക്കുന്ന നെവർ, ഒരു നാളും അരുത്. ചിലരൊക്കെ ഇങ്ങനെ വരെ ടീച്ചിങ് ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞോട്ടെ, ഈ ശരീരത്തിൽ എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, കാരണം അത് ചീഞ്ഞു പോകാനുള്ളത്. ആത്മാവ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആത്മാവ് രക്ഷിക്കപ്പെട്ടോളും. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ഇപ്പം ഞാൻ പലരുമായി ഈ ശരീരം കൊണ്ട് പാപം ചെയ്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, അതങ്ങ് സിനിത്തേരിയിലേക്ക് പോകാനുള്ള സാധനം. പക്ഷെ അകത്ത് കർത്താവിനെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടതാണ്. ആ സ്പിരിറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പൊക്കോളും എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ടീച്ചിങ്സ് നിലവിൽ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? അങ്ങനെയുള്ളൊരു പാപത്തിലേക്ക്, മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായൊരു ബന്ധത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാമോ? എന്നിട്ട് മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത്
നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അഥവാ ചീത്തയാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകും. അങ്ങനൊരു വചനമുണ്ട്, അതെ, കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെയുണ്ട്. തപ്പിയെടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ന്യായവിധി എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ടീച്ചിങ് ശരിയാകും? അങ്ങനെ ഒരു ടീച്ചിങ് കിട്ടുന്ന ആളുകൾ പിന്നെ സ്വാതന്ത്ര്യമായി എന്ത് പാപം ചെയ്താലും കർത്താവിൻ്റെ യാതൊരു പ്രശ്നമില്ല. കാരണം ഇത് ശരീരമാണ് ചെയ്യുന്നത്, അത് മണ്ണാണ്, മണ്ണിലേക്ക് പോകും. എന്നാൽ ആത്മാവ് നിത്യമാണ്. ആ നിത്യമായ ആത്മാവ് യേശു രക്ഷകനായി വന്നതുകൊണ്ട് ആ രക്ഷ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ശരീരത്തിൽ കാണിച്ചു കൂട്ടുന്നതനുസരിച്ചാണ് ന്യായവിധി എന്ന് വചനം പറയും. അതെ. ഇനി തുടർന്ന് വായിച്ചേ. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിച്ചേരുന്ന ഒരാൾ ആ കർത്താവുമായി ഏകാത്മാവായി തീരുന്നു. മറ്റൊരു സ്ത്രീയുമായി പുരുഷനുമായി പറ്റിച്ചേരുന്നയാൾ അവിടെ ഒരു ശരീരമായി മാറുന്നു. ഓക്കെ. 18 ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ വിട്ട് ഓടുവിൻ. ഓടാനോ? അവിടെ പറഞ്ഞു ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റി. വചനമാണ്, ദൈവത്തിൻ്റെ വചനം, എൻ്റെ അല്ല, നിങ്ങളുടേതല്ല. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനമാണ്. ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റി. പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഈ സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ കാര്യത്തിൽ ഒറ്റ ഇതേ ഉള്ളൂ, ആകെ ചെയ്യേണ്ടത് ഓടുക. എല്ലാവരും പറഞ്ഞു ഓടുക. ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ, ഏതെങ്കിലും ഇതിൽ പ്രലോഭിപ്പിച്ചാൽ, എല്ലാ സഹോദരിമാരോടും ഭാര്യമാരോട് കൂടി ഞാൻ പറയുന്നു. കാരണം എനിക്ക് വ്യക്തിപരമായ ചില കണ്ണുനീരോടെ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വിവാഹ ജീവിതത്തിലാണെങ്കിൽ പോലും ചിലർ വന്ന് ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം കാണിച്ച് നടിച്ച് വീണുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യും ബ്രദറെ? അതിനുള്ള ഉത്തരവാണ് ഞാൻ ഈ പറയുന്നത്. ഓടണം. യോസഫ് എന്താ ചെയ്തത്? ഓടി. അപ്പോൾ നിങ്ങൾ എത്ര ബലവാനാണ്, ഇല്ലില്ല എനിക്ക് പ്രലോഭനമൊന്നും പ്രശ്നമല്ലെന്ന് ആരും പറയരുത്. ആകെയുള്ള രക്ഷ എന്ന് പറയുന്നത് ഏത് പ്രായമാണെങ്കിലും ഓടിക്കോ, അത് മാത്രമുള്ള രക്ഷ. ഓടുക. പിന്നെ ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. മറ്റേത് പാപവും ശരീരത്തിന് വെളിയിലാണ്. പക്ഷേ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ബട്ട് ഹൂ എവർ സിൻസ് സെക്ഷുവലി സിൻസ് എഗെയിൻസ്റ്റ് their own body. നഷ്ടമാർക്ക സ്വന്തം ശരീരത്തിനെതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. 19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 20 ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നാളെ മണ്ണിലേക്ക് പോകാനുള്ളതാണ് ഈ ശരീരമെങ്കിലും ഈ ശരീരം ദൈവത്തിൻ്റെ ഇന്നത്തെ ആലയമായതുകൊണ്ട്, ദൈവം അതിൽ വസിക്കുന്നവനായതുകൊണ്ട്, പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിൽ അഥവാ ഈ ഭവനത്തിൽ, ഈ വീട്ടിലുള്ളതുകൊണ്ട്, ഈ ശരീരത്തിലുള്ളതുകൊണ്ട് നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ഇനി ഞാൻ എൻ്റെ ശരീരം എൻ്റെ സ്വന്തമല്ലെന്ന് ഗൗരവം മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ശരീരം എൻ്റെ സ്വന്തമല്ല. കാരണം എന്താ? യു ഹവ് ബോട്ട് അറ്റ് എ പ്രൈസ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കർത്താവ് തൻ്റെ ചോരയാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനി ഈ ശരീരം സ്വന്തം അല്ല. അപ്പോൾ കർത്താവിനാണ് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ അവകാശം. കർത്താവാണ് ലാൻഡ് ലോഡ്. അമ്മച്ചിയെ, അപ്പച്ച, ചേച്ചിയെ, ചേട്ടാ, കുഞ്ഞനുജന്മാരെ, യുവതി യുവാക്കന്മാരെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് വചനം പറയുകയാണ്. ആ ശരീരമാണ് പള്ളി, ആ ശരീരമാണ് ദേവാലയം, ആ ശരീരമാണ് ആരാധനാലയം, പ്രാർത്ഥനാലയം, ശുശ്രൂഷാലയം. കർത്താവ് ഇതിനകത്ത് വസിക്കുവാണ്. അതുകൊണ്ട് പഴയതുപോലെ ഇനി നടക്കാൻ പാടില്ലെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. പണ്ട് കാലത്താണ് അറിഞ്ഞില്ല ബ്രദറെ, ഇനി അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. അറിഞ്ഞു, ഞാൻ പറഞ്ഞു, കേട്ടു. വളരെ പെട്ടെന്ന് കോൺസിക്വൻസസ് ഓഫ് സെക്സ്വൽ സിൻസ് ബിഫോർ മാരേജ്. ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇപ്പോൾ ഈ കാലത്തൊന്നും ആരും അങ്ങനെ ഒന്നുമില്ല. പണ്ടായിരുന്നു അങ്ങനെയൊക്കെ വലിയ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ, കല്യാണത്തിന് ശേഷം ഇതൊക്കെ പാടില്ല. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മളതൊക്കെ നേരത്തെയൊക്കെ അത് നമ്മളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുന്നവരോട് നോക്കിയാൽ എന്ത് പറ്റും? നമ്പർ 1, there can form some soul ties. പ്രാണബന്ധങ്ങൾ എന്നോ ആത്മബന്ധങ്ങൾ എന്നോ പറഞ്ഞിട്ടാണ് ദേഹി ബന്ധങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. SOUL സോൾ TIES ടൈസ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു പുരുഷനുമായി സ്ത്രീയുമായി ഒരു ബന്ധത്തിലേർപ്പെട്ടാൽ, ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് അവരുടെ സോളുകൾ തമ്മിൽ, അവരുടെ മനസ്സുകൾ തമ്മിൽ ഒരു ഹുക്ഡായിട്ട് മാറും, ടൈഡാവും. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 6-15 മുതൽ 20 വരെ വായിക്കുമ്പോൾ കുറിച്ച് വെച്ചാൽ മതി. 1 Corinthians chapter 6 15-20. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് these soul ties are very strong and affect your even actions. കാരണം എന്താണെന്നറിയോ?
ഇപ്പം ഞാൻ പറയാം, ഈ രണ്ട് ആളുകൾ തമ്മിൽ ഒരല്പം സ്നേഹബന്ധത്തിലായിരുന്നു, റിലേഷൻഷിപ്പിലായിരുന്നു. ചിലർ ഈവൻ സെക്ഷൽ റിലേഷൻഷിപ്പിൽ വരെ ചെന്നപ്പെടും. ചിലർ അത്രയും പോവില്ല. പോയാലും പോയില്ലെങ്കിലും ഒരു സോൾട്ടായി ഫോം ചെയ്യപ്പെടും. വെറും ഒരു പരിചയവും ബന്ധവും മൊബൈലിൽ വിളി മാത്രമല്ലെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ ബ്രേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എന്താണ് സോൾട്ട് ചെയ്യുന്നത്. ഞാൻ എത്രയോ കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ചെറുപ്പക്കാർ, എത്രയോ. അതിൽ ഒന്ന്, ആ റിലേഷൻഷിപ്പ് ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല, ഇതെല്ലാം മാനസിക രോഗിയെ പോലെ ചാകണം, വിഷം കുടിക്കണം, അല്ലെങ്കിൽ രണ്ടും കൂടി ചാകണം, ഒറ്റക്ക് ചാകണം, എല്ലാവരെയും കൊല്ലണം, എന്തൊക്കെയാണ് പിന്നെ അവരെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അത് ഒരു സാധാരണ ബന്ധമാണെങ്കിൽ സോൾട്ട് സെക്ഷൽ ഇൻവോൾവ്മെൻ്റ് കൂടി ഉണ്ടെങ്കിൽ അതിഭീകരമാണ്. എത്രയോ പേർ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ബ്രദറെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അന്നേ അത് അവസാനിച്ചതല്ലേ? നോ, ഉള്ളിൽ അതിപ്പോഴും കിടക്കുക. സോൾസ് തമ്മിൽ ഹുക്ഡായി പോയി. ആര് വിടുവിക്കും? മക്കളെ, ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് കുട്ടികളിയല്ല, ഇത് കുട്ടികളിയല്ല. നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നെങ്കിൽ മറ്റൊരാൾക്ക് നിന്നെ വിൽക്കരുത്. മറ്റൊരാൾക്ക് നിന്റെ ശരീരത്തെ എറിഞ്ഞിട്ട് കൊടുക്കരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, ഞാൻ ഗൗരവത്തിലാണ് പറയുന്നത്. നിന്റെ ശരീരത്തെ വേറൊരാൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കരുത്. ഞാൻ ഇത്രയും വായിച്ചല്ലോ. നിന്റെ ശരീരം നിനക്കുള്ളതല്ല, അത് കർത്താവ് വിലക്ക് മേടിച്ചേക്കുക. തീരാധാരം കർത്താവിൻ്റെ കയ്യിലാണ്. മാത്രമല്ല, നിനക്കിനി നീ തോന്നിയതുപോലെ നടക്കാൻ ദൈവം അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് സോൾട്ടൈസ് ഫോം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. സോൾട്ടൈസ് ആർ വെരി സ്ട്രോങ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുറിച്ച് മാറ്റാവുന്ന, പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചുകൊണ്ട് പോകാവുന്നതല്ല. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചിലർ മറക്കാൻ കഴിയാതെ ചുറ്റിക്കറങ്ങുന്നത്, വേട്ടയാടുന്നത്. അടുത്തത്, ഇങ്ങനെയുള്ള ചിലർ കുട്ടികളെയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പെണ്ണിൻ്റെ അകത്ത് കൊച്ചായി. പ്രഗ്നൻ്റ് ആയാൽ എന്ത് സംഭവിക്കും? പിന്നെ ചിലർ പോയി കളയാൻ ശ്രമിക്കും, ചിലർ കളയില്ല, പെട്ടെന്ന് കല്യാണം തല്ലിക്കൂട്ടി നടത്താൻ ശ്രമിക്കും. ഇനി ചിലത് നടന്നില്ലെന്നിരിക്കും, കൊച്ചു പുറത്ത് വരികയും ചെയ്യും. ജീവിതകാലം മുഴുവൻ അനുഭവിക്കണോ? 1 കൊരിന്ത്യർ 6:18-20 വരെ നമ്മൾ കുറച്ച് മുമ്പ് വായിച്ച്, ദിസ് ഈസ് സിന്നിങ് അഗൈൻസ്റ്റ് യുവർ ഓൺ ബോഡി. നിന്റെ ശരീരത്തിനെതിരെയാണ് പാപം ചെയ്തത്. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ദ wrath and judgment of God will come on you. ദൈവത്തിൻ്റെ ക്രോധവും ന്യായവിധിയും അങ്ങനെയുള്ളവരുടെ മേൽ വരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. ലൈംഗിക പാപങ്ങളിൽ ഏർപ്പെടുന്ന സകലരും ഗൗരവമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, സെക്ഷൽ സിൻസ് ആർ എ ഡയറക്റ്റ് ചാലഞ്ച് ടു ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്. യേശു കർത്താവ് എൻ്റെ കർത്താവ്, ലോർഡ്, എൻ്റെ മാസ്റ്റർ, എൻ്റെ റൂളർ. ആ കർത്താവിൻ്റെ കർത്തൃത്വത്തിനെതിരെ, ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ലൈംഗിക പാപങ്ങളിൽ വീഴുന്നത്. മാത്രമല്ല, ഇനി പറയുന്നത് ശ്രദ്ധിക്കണം, സെക്ഷൽ സിൻസ് ആർ ഗിവിങ് വർഷിപ്പ് ടു സേറ്റൻ. ലൈംഗിക പാപങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദാറ്റ് ഈസ് എ ഡയറക്റ്റ് വർഷിപ്പ് ദാറ്റ് ഈസ് ഗോയിങ് ടു ലൂസിഫർ. പിശാചിനാണ് അതിലൂടെ ഇതെല്ലാം പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഠിച്ചാൽ മനസ്സിലാക്കുന്നത്, all forms of occult involve sexual sins. സാത്താന്യ ആഭിചാരക്രിയകളിൽ, അതുപോലെ ഈ സാത്താന്യ ആരാധന തുടങ്ങിയുള്ള എല്ലാത്തിലും ലൈംഗിക പാപങ്ങൾ അവർ ഉൾപ്പെടുത്തും. സാത്താൻ്റെ ഒരു പരിപാടിയാണത്. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് കയറാൻ പോകുന്നത്. സെക്ഷൽ സിൻസ് ഓപ്പൺ എ ഡോർ ഫോർ ഡീമോണിക് എൻട്രി. ലൈംഗിക പാപങ്ങൾ സാത്താന്യ ശക്തികൾക്ക് പ്രവേശനവാതിൽ അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. ഞാനൊരു കൊച്ചനുഭവം പറഞ്ഞോട്ടെ. ഒരിക്കൽ ഒരു കൗൺസിലിംഗ് നടത്തുമായിരുന്നു. ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനാണ്. കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഷ്രീക്ക് ചെയ്ത് കാറിക്ക് ഒരു ഭയങ്കര ശബ്ദം ഉണ്ടാക്കി പൈശാചിക ശക്തികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹവും കൗൺസിലിംഗ് ചെയ്തു, കാര്യങ്ങൾ തുറന്നു പറയാൻ പറഞ്ഞു. എന്ത് പാപത്തിലാണ് ജീവിക്കുന്നത് കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, സ്വന്തം മദറിലുമായിട്ട് പാപം ചെയ്തു. ഒന്ന്, വേറെ ഏതൊരു സ്ത്രീയായിട്ട് പാപം ചെയ്തു. ഒരു ഭാര്യയുമായി ജീവിക്കുന്നൊരു മനുഷ്യൻ തന്നെയാണ്. ഈ പാപങ്ങളെല്ലാം ചെയ്തു. ഈ ഓരോ ക്രിയയിലും പൈശാചിക ശക്തികൾ ഈ മനുഷ്യനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഇതെല്ലാം കൂടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അതുവരെ അതിനകത്തിരുന്നുകൊണ്ട് ഈ മനുഷ്യനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പലതും. ഭീകര ശബ്ദത്തോടുകൂടി ഈ പൈശാചിക ശക്തികൾ വെളിയിലേക്ക് വന്നു. ഇപ്പോൾ ലൈംഗിക പാപങ്ങളിലേക്ക് പോയാൽ പൈശാചിക ശക്തികൾ അകത്ത് കയറും. മാത്രമല്ല, ദൈവവുമായുള്ള സകല ബന്ധവും വിച്ഛേദിക്കും. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടും. അഭിനയിക്കാം പുറത്ത്, പ്രാർത്ഥനയും സ്തോത്രവും അന്യഭാഷയെല്ലാം അഭിനയിക്കാൻ പറ്റും, പക്ഷേ നഷ്ടപ്പെടും ദൈവമായുള്ള ബന്ധം. ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകലേ കിടക്കുന്നത് പോലെ. നമ്മുടെ 50-ാം സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദാവീദ് പാപം ചെയ്ത ശേഷം ഒരു സങ്കീർത്തനം 51 ദൈവമേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ എന്നിൽ അകന്നു പോയിരിക്കുന്നു. നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ ഹിസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. കരയെ നിലവിളിക്കുകയാണ്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ മറച്ചു വെക്കുന്നില്ല. അപ്പം ദൈവത്തിൽ നിന്ന് കട്ടായി പോകും.
അവിടെ പറയുന്നത് റെസ്റ്റോർ ടു മീ ദ ജോയ് ഓഫ് സാൽവേഷൻ. എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചതാ. എൻ്റെ അർത്ഥം എന്താ? ഹി ലോസ്റ്റ് ഓൾ ദ ജോയ് ദാറ്റ് വാസ് കമ്മിങ് ഫ്രം ദ സേവിയർ. ആ സാൽവേഷൻ എക്സ്പീരിയൻസ് ജോയ് നഷ്ടപ്പെട്ടു പോയി. ആരോടൊക്കെയോ ഞാൻ ശക്തമായി സംസാരിക്കുകയാണ്. ചില ശുശ്രൂഷകരോട് വരെ, ക്രിസ്തീയ ശുശ്രൂഷകരോട് വരെ ഞാൻ ശക്തമായി സംസാരിക്കാൻ എനിക്ക് എൻ്റെ ആത്മാവിൽ അറിയാം. രഹസ്യമായി പാപങ്ങൾ ചെയ്ത് മനുഷ്യരെ കണ്ണിൽ പൊടി വാരി വിതറിയൊക്കെ വലിയ രീതിയിലൊക്കെ നടക്കാൻ സാധിക്കും. പക്ഷേ ഓർക്കണം, ദൈവവുമായുള്ള ബന്ധം കട്ടായി, ശുശ്രൂഷ നഷ്ടപ്പെട്ട് സകലം തകരാൻ അധികം സമയം വേണ്ട. അടുത്തത് റിലേഷൻഷിപ്പ് വിത്ത് വൺ സെൽഫ് ഇസ് ഹിൻഡേർഡ്. അവരവരോടുള്ളൊരു ബന്ധമുണ്ട്. എനിക്ക് എന്നോടുള്ള ആത്മബന്ധം അത് നഷ്ടപ്പെടും. ചേസ്റ്റിറ്റി നഷ്ടപ്പെടുന്നു, പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു, സെൽഫ് റിജക്ഷൻ വരുന്നു, കോണ്ടംനേഷൻ വരുന്നു, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നു, ഷെയിംഫുൾനെസ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഇതിൻ്റെ പരിണിത ഫലമാണ്. മറ്റുള്ള വ്യക്തികളുമായുള്ള ബന്ധത്തിലും പ്രശ്നങ്ങളുണ്ടാകും. കാരണം ശരിയായ ബന്ധങ്ങൾ മറ്റുള്ളവരുമായി പുലർത്താൻ സാധ്യമല്ല. ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാകാതെ വരും. 1 കൊരിന്ത്യർ 5-ാം അധ്യായം ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ സ്വന്തം പിതാവിൻ്റെ ഭാര്യയെ എന്ന് വെച്ചാൽ തൻ്റെ രണ്ടാനമ്മയുമായി ബന്ധം പുലർത്തി എന്നിട്ടും സഭയിൽ വന്ന് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. അവിടെ പൗലോസ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹാൻഡ് ദിസ് മാൻ ഓവർ ടു സേറ്റൻ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫ്ലാഷ്. ഈ മനുഷ്യനെ സാത്താന്റെ കയ്യിൽ കൊടുത്തു. എങ്ങനെ? യേശുവിന്റെ നാളിൽ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടേണ്ടതിന് ഈ മനുഷ്യനെ ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കുകയാണ്. ആരെ ഏൽപ്പിക്കാൻ? സാത്താനായിട്ട് കയ്യിലോട്ട് കൊടുത്തോളാം, സാത്താന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഫൈനലി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റിലൊക്കെ അകപ്പെട്ട് ജീവിച്ച പലരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. നന്നായി ജീവിച്ച കുട്ടിയാണെങ്കിൽ വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്, സ്വന്തം തോളിലടിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുക. എന്നാൽ ചില പിഴവുകൾ പറ്റിപ്പോയി, അതിൻ്റെ കുറ്റബോധത്തിലാണെങ്കിൽ ഓൾറെഡി അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഓക്കെ ആയവർ നോ പ്രോബ്ലം, ക്യാരി ഓൺ. എന്നാൽ അത് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി പറയാം, നമ്പർ 1, റിപ്പന്റ്, മാനസാന്തരപ്പെടുക. റിപ്പന്റ് ഓഫ് ഓൾ ദാറ്റ് യു ഹാവ് ഡൺ. എല്ലാം നഷ്ടപ്പെടുത്തിയതിന്, വെർജിനിറ്റി നഷ്ടപ്പെട്ടു, ലസ്റ്റിൽ വീണുപോയി, മെൻ്റൽ ഇംപ്യൂരിറ്റി വന്നു, അൺഗോഡ്ലി സെക്ഷൽ ആക്ടിവിറ്റീസ്, ഇതിനെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ അനുദപിക്കുക. അതിനുശേഷം ദൈവത്തോട് ആ പാപം ഏറ്റുപറയുക. 51-ാം സങ്കീർത്തനത്തിൽ അവിടെ കാണുന്നു, ദൈവമേ ഞാൻ നിന്നോടല്ലോ പാപം ചെയ്തു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കും. ഏറ്റുപറയുക. ആൻഡ് റിസീവ് ഫോർഗിവ്നെസ്. അനുദപിച്ച് ഏറ്റുപറഞ്ഞ കർത്താവ് ക്ഷമിക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഗബ്രിയേൽ ദൂതൻ മോളിൽ നിന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, മിഖായേലും വരേണ്ട ആവശ്യമില്ല, ഞാനും വരേണ്ട ആവശ്യമില്ല. നിങ്ങളാകെ ചെയ്യേണ്ടത് വിശ്വസിക്കുക. ഞാൻ അനുഭവിച്ചു, ഞാൻ ഏറ്റുപറഞ്ഞു, ദൈവത്തിൻ്റെ നേച്ചർ അനുസരിച്ച് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ശരിയല്ലേ? അതുകൊണ്ട് അതിൽ നിന്ന് സ്വതന്ത്രമാകുക. അടുത്തതായി വളരെ ഇതായിട്ട് ചെയ്യേണ്ടത്, ആരുമായിട്ടാണോ പാപം ചെയ്തത് ആ വ്യക്തിയുമായി, ഇപ്പോൾ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ്, ഗേ ആണെങ്കിലും എന്ത് ടൈപ്പ് ആണെങ്കിലും ഒരു സോൾ ടൈപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യണം. നോർമലി അതിന് ആരെങ്കിലും ശുശ്രൂഷകരാണ് അത് ചെയ്യേണ്ടത്. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളങ്ങ് പ്രാർത്ഥിക്കുക, പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായുള്ള എല്ലാ സോൾ ടൈം പ്രാണബന്ധങ്ങളും മാനസിക ബന്ധങ്ങളെയും ഞാനിപ്പോൾ മുറിച്ചു മാറ്റി യേശുവിൻ്റെ രക്തത്താൽ എന്നെ തന്നെ കഴുകി ഞാൻ ശുദ്ധീകരിക്കുന്നു. വീണ്ടും ചിന്തകളിൽ വന്നാൽ വീണ്ടും മാനസികമായി അതിനെ റിജക്റ്റ് ചെയ്യുക, മനഃപൂർവ്വമായി അതിനെ ബ്രേക്ക് ചെയ്ത് അടർന്നു മാറുക. ഇനി അടർന്ന് തീർന്നില്ല. ഇത്രയും ചെയ്തിട്ട് സ്തോത്രം, എല്ലാം ബ്രദർ പറഞ്ഞ എല്ലാം തീർന്നു. നോ, തീർന്നിട്ടില്ല. വെയിറ്റ്. നൗ ഡിസൈഡ് ടു വാക്ക് ഇൻ പ്യൂരിറ്റി. ഇനി വിശുദ്ധിയിൽ ജീവിക്കാനൊരു തീരുമാനമെടുക്കണം. എന്ന് വെച്ചാൽ ഉള്ളൊരു തീരുമാനം, ഇനി ഞാൻ ആ പാപത്തിൽ വീഴില്ല. ഉഗ്ര തീരുമാനം. അതിൽ പിടിച്ചു നിൽക്കാൻ 2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 1, ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം. 2, ലവ് യുവർ സെൽഫ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും, ഞാൻ ഭാവിയിൽ എന്നെ തന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത് അവിടെ കൊണ്ട് തീരുന്നില്ല, അവോയ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് temptations, circumstances that may bring temptations. പ്രലോഭനങ്ങൾ വരാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും ലൈംഗിക പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു, ഓടുക. ഓടുന്ന സിമ്പലൊക്കെ വന്ന ടൈപ്പ് അവിടെ ഇമോജിയൊക്കെ വന്നിട്ട് കൊടുത്തേ, ഓടുക എന്ന് വെച്ചാൽ ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിപ്പറ്റി നിൽക്കണ്ടെന്ന്, ഓടിക്കോളാൻ. ആരായാലും ഓടിക്കോ, എത്ര മൂത്ത ആളായാലും ചെറിയ ആളായാലും ഓടുക. That's the only way. That means guard your eyes, emotions, heart, ears. Hallelujah. പോണോഗ്രാഫിക് സൈറ്റുകളിൽ പോയിട്ടുള്ള ഇനി ഒരിക്കലും കുറച്ച് നാളത്തൊക്കെ ഇനി ഇന്റർനെറ്റ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓട്, രക്ഷപ്പെടുക. ഹല്ലേലൂയ. ഇതിലൊന്നും തീരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ്, ഇതൊക്കെ എംറ്റിയും ക്ലീനിങ്ങുമാണ്. ഇനി എന്ത് ചെയ്യണം? ഫില്ലിംഗ് നടക്കണം. പരിശുദ്ധാത്മാവിൽ നിറയുക, യേശുവിൽ നിറയുക, വചനങ്ങളാൽ നിറയുക.
ഇങ്ങനെയുള്ള പാപം, ഒരു അഡിക്ഷൻ മാറിയാൽ ആ ഡെലിവറൻസിൽ നിലനിൽക്കണം, ഫ്രീഡത്തിൽ നിലനിൽക്കണമെങ്കിൽ വേറൊരു അഡിക്ഷനിൽ പെടണം. നല്ല അഡിക്ഷൻ. എന്താണ് നല്ല അഡിക്ഷൻ? വചനത്തിൻ്റെ അഡിക്ഷൻ, ഹോളി സ്പിരിറ്റിന് അഡിക്റ്റ് ആകുക, വർഷിപ്പിന് അഡിക്റ്റ് ആകുക, പ്രയറിന് അഡിക്റ്റ് ആകുക, എന്ന് വെച്ചാൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ അഡിക്റ്റ് ആകുക 24/7. അതോടുകൂടെ പിന്നെ ഇതിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ, ആ ഒരു ഫ്രീഡത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എത്ര പേർ ചെയ്യും? ഹല്ലേലൂയ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് പാഴാകരുത്. ഓരോരുത്തരും ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ ചെയ്ത് ഇനിയുള്ള നല്ല സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക.